ഇങ്ങനെ വരട്ടിയെടുത്ത ബീഫും പിന്നെ നല്ല ചൂട് മീൻ പൊരിച്ചയും കൂട്ടിയിട്ട് ഉച്ചക്ക് നല്ലോണം വിശക്കുന്ന സമയത്ത് ഇവിടെ കയറിയിട്ട് ലേശം ചോറ് കഴിച്ചിനെ. ഈടുത്തെ ഈ നെയ്മീൻ പൊരിച്ചിട്ടുണ്ടല്ലോ ഇതിന് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മസാലേൻ്റെ ഫ്ലേവറൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഫ്രഷ് മീനിൻ്റെ ഫ്ലേവർ തന്നെയായിരുന്നു ഹൈലൈറ്റ്. ചോറിൻ്റെ കൂടെ പിന്നെ പച്ചടിയുണ്ട്, അവിയലുണ്ട്, അച്ചാറുണ്ട്, വറവുണ്ട്, മീൻകറിയുണ്ട്, സാമ്പാറുണ്ട്. ഇത്രയും നേരം ഞാൻ പറഞ്ഞതൊന്നുമല്ല. ദാ ഈ ബീഫാണ് എടുത്ത താരം. ആ മീൻകറി കൂട്ടിക്ക് വെച്ച് ചോറിലോട്ട് ബീഫ് അങ്ങനെ അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് വാരിയെടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. എൻ്റെ അമ്മ നോക്കിയാട്ടെങ്കിൽ ഈ ബീഫിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സേ. ഉച്ചക്ക് ലേശം ചൂട് മോരുകറി വെച്ചിട്ടുള്ള ചോറും പിന്നെ ഇതേപോലത്തെ ബീഫും കിട്ടണം. പിന്നെ ഒന്നും വേണ്ട. എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാം ബീഫ്. എൻ്റെ അമ്മോ, കഴിക്കാൻ തുടങ്ങിയ പിന്നെ കഴിച്ചോണ്ടേ നിന്നുവോ മോനെ. ഈ വെട്ടുമീൻ പൊരിച്ചതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ. നമ്മളെ നാട്ടിലെന്താപ്പായിരിക്കും അതുപോലെ വെക്കാൻ തിരിയാതെ ബീഫൊന്നും. പക്ഷേ ഇവിടുത്തെ സാമ്പാറും മീൻകറിയൊന്നും എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ സ്പോട്ട് വരുന്നത് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിനടുത്ത് ഹൈലൈൻ റോഡിലെ ഈ അക്ഷയ ഹോട്ടലാണ്. അപ്പോൾ ശരി.